السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فأعوذ بالله من الشيطان الرجيم. قلنا اهبطوا منها جميعا فإما يأتينكم مني هدى فمن تبع هداي فلا خوف عليهم ولا هم يحزنون. വേദിയിലുള്ള സൗത്ത് കർണാടക നേതാക്കളെ, പണ്ഡിതന്മാരെ, ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ കാര്യദർശികളെ, ബഹുമാന്യ വിശ്വാസിനികളെ, മാനവ മോക്ഷത്തിന് സ്രഷ്ടാവിൻ്റെ സന്ദേശം എന്ന വിഷയത്തിലാണ് ചില കാര്യങ്ങൾ വളരെ ഗൗരവത്തോടെ നമുക്ക് ഈ സമയം കേൾക്കാനും പറയാനും ഉൾക്കൊള്ളാനും ഉള്ളത്. നമ്മളൊക്കെ ഈ സമയം അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അത് ഏത് സമയം വരെ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ ഏത് പ്രായത്തിലുള്ള ആളുകൾക്കും ഒരു ഉറപ്പും പറയാൻ സാധ്യമല്ല. അതിന് വയസ്സിൻ്റെ വ്യത്യാസമില്ല. ഏത് സമയത്താണോ നമ്മെ ഇങ്ങോട്ട് അയച്ച നമ്മുടെ സട്ടാവ് തിരിച്ചു വിളിക്കുന്നത്, ആ സമയത്ത് തിരിച്ചു പോയേ പറ്റൂ. നമ്മൾ എത്ര തിരക്കിലാണെങ്കിലും, എത്രയെത്ര ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ചുമലിലുണ്ടെങ്കിലും, ഏത് ഓട്ടങ്ങൾക്കും ശ്രമങ്ങൾക്കുമിടയിലാണെങ്കിലും നമ്മുടെ സമയമായാൽ പോയേ പറ്റൂ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരാളുടെ അവധിയായാൽ പിന്നെ അല്ലാഹു അയാളെ പിന്തിപ്പിക്കില്ല. നമുക്കറിയാം, നമ്മളൊക്കെ എത്രയോ കേട്ട കുറേ സംഭവങ്ങളുണ്ട്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, ബന്ധത്തിൽപ്പെട്ട, പരിചയത്തിൽപ്പെട്ട എത്രയോ സഹോദരന്മാർ അപ്രതീക്ഷിതമായി മരിച്ചുപോയി. ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്ന തലപ്പാടിയിൽ ഏകദേശം 4-5 മാസങ്ങൾക്കപ്പുറം ഒരു അപകടത്തിൽ 4-5 സഹോദരിമാർ, ഇവിടെ നമ്മുടെ മദ്രസയിൽ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു കുട്ടിയുൾപ്പെടെ മരണപ്പെട്ടു പോവുകയുണ്ടായി. ഇവിടെ നടന്ന അപകടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബസമേതം അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. വീട്ടിൽ നിന്ന് എന്തൊക്കെയോ ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ഇറങ്ങുകയാണ്. നമ്മുടെ സമയമായാൽ ആ സമയത്ത് പോകണം. കേരളത്തിൽ ഈ കഴിഞ്ഞ ഇലക്ഷൻ പാലക്കാട് ജില്ലയിലെ ഒരു പ്രദേശത്ത് നമ്മുടെ ഒരു സഹോദരിയും ഭർത്താവും അവർ ഇലക്ഷൻ കഴിഞ്ഞ് വോട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. ഭർത്താവിൻ്റെ കൂടെ ബൈക്കിൽ തിരിച്ചു പോരുകയാണ്. വഴിയിൽ അപകടത്തിൽപ്പെട്ട് ആ സഹോദരി മരണപ്പെട്ടു. നമ്മുടെ MGMന്റെ സ്റ്റുഡൻസ് വിങ്ങിന്റെ നേതൃനിരയിലുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. ഒരുപക്ഷെ നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അബൂദാബിയിൽ നടന്ന ഒരു വാഹനാപകടം. ഒരു വീട്ടിലെ
4 മക്കൾ, 4 ആൺകുട്ടികൾ, 5ഉം 7ഉം 12ഉം 14ഉം വയസ്സുള്ള മക്കൾ അവിടെ ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു. അള്ളാഹു അവരെയും കുടുംബസമേതം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. പറഞ്ഞു വരുന്നത്, ഇതുപോലെ അള്ളാഹു നിശ്ചയിച്ച സമയമായാൽ നമ്മുടെ ഒരു തിരക്കും തടസ്സമല്ല. ആ സമയത്ത് നാം പോയേ പറ്റൂ. എങ്ങോട്ടാണ് നാം പോകുന്നത്? റബ്ബ് തിരിച്ചു വിളിക്കുകയാണ്. പരലോകം, ആ പരലോകം ഒരു യാഥാർത്ഥ്യമാണ്. അവിടെ സ്വർഗമുണ്ട്, അവിടെ നരകമുണ്ട്. അത് രണ്ടും റെഡിയാക്കിയ ശേഷമാണ്, അത് രണ്ടും സെറ്റ് ചെയ്ത ശേഷമാണ് നമ്മുടെ സട്ടാവ് നമ്മെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുള്ളത്. അവിടെ ആ സ്വർഗത്തിലെത്തലാണ്, ഭീകരമായ നരകത്ത് രക്ഷപ്പെടലാണ് വിശ്വാസികളെ, വിശ്വാസിനികളെ നമ്മുടെ ലക്ഷ്യം. അല്ലാഹ് പറയുന്നുണ്ട് ആ സ്വർഗത്തിന്റെ അനുഭൂതിയെക്കുറിച്ച്, ആ സ്വർഗത്തിലെ സുഖ സൗകര്യങ്ങളെ കുറിച്ച്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. അല്ലാഹ് പറയാണ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലയാണ് എന്ന് പ്രഖ്യാപിക്കുകയും എന്നിട്ട് ഇസ്തിഖാമത്തോടെ നേരെ ചൊവ്വ ജീവിക്കുകയും ചെയ്ത ആളുകൾ അവരുടെ മരണാസന്നമാകുന്ന സമയത്ത് അവർക്ക് മലക്കുകൾ ഇറങ്ങി വന്നുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുകയാണ്. നിങ്ങൾ പേടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, നിങ്ങൾ വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചോളൂ എന്ന സുവിശേഷമറിയിക്കും അവരെ. എന്നിട്ട് ഈ മലക്കുകൾ പറയുന്ന ചില സംസാരങ്ങളുണ്ട്. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ്. എന്നിട്ട് ആ സ്വർഗത്തിന്റെ ചില വർണ്ണനകൾ അവരെ അറിയിക്കുകയാണ്. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ, ആ സ്വർഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ഉണ്ട്. നിങ്ങൾ എന്ത് വേണമെന്ന് ആവശ്യപ്പെടുന്നുവോ ചോദിക്കുന്നുവോ ഒന്നും മിസ്സാകാതെ എല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ആ സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു അറിയിക്കുന്നു. അതാണ് നമ്മുടെ ലക്ഷ്യം, അതാണ് നമ്മുടെ ലക്ഷ്യം. അവിടെ എത്തലാണ് ലക്ഷ്യം. അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ മോക്ഷമെന്ന് പറയുന്നത്. ആ സ്വർഗത്തിൽ എത്തലാണ് യഥാർത്ഥ മോക്ഷമെന്ന് പറയുന്നത്. അല്ലാഹ് പറഞ്ഞില്ലേ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. എന്താ? എല്ലാവരും മരണം ആസ്വദിക്കും, മരിക്കാതെ ആരും രക്ഷപ്പെടില്ല. എല്ലാവരും മരിക്കും, മരണം ആസ്വദിക്കും. എന്നിട്ടുള്ള പറയാണ്, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള പൂർണ്ണമായ ഫലം നൽകപ്പെടുന്നത് ഈ ലോകത്തല്ല, നശിച്ചു പോകുന്ന ഈ ലോകത്തല്ല, ഒരിക്കലും നശിക്കാത്ത, ഒരിക്കലും അവസാനിക്കാത്ത ആ പരലോകത്താണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായ ഫലം നൽകപ്പെടുന്നത്. അന്ന് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് ആരോ? ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു, അവൻ മോക്ഷം കൈവരിച്ചിരിക്കുന്നു. വമൽ ഹയാത്തു ദുനിയ ഇല്ലാ മതാഉൽ ഖുറൂർ, ഈ ലോകത്തെ വിഭവങ്ങൾ അത് വഞ്ചിക്കുന്ന മതാഉൽ ഖുറൂറാണ്, വഞ്ചിക്കുന്ന വിഭവങ്ങളാണ് എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തുന്നു. അതുകൊണ്ട് ആ സ്വർഗത്തിൽ എത്തുക എന്നതാണ് ജീവിതത്തിൽ നമ്മുടെ ലക്ഷ്യമാകേണ്ടത്. അതാണ് യഥാർത്ഥ മോക്ഷമെന്ന് പറയുന്നത്. അവിടെ എത്തിയാൽ, ആ സ്വർഗത്തിലെത്തിയാൽ അവിടെ പിന്നെ മരണമില്ല, രോഗമില്ല, അസ്വസ്ഥതകളില്ല, ടെൻഷനില്ല, മറ്റ് പ്രശ്നങ്ങളില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വർഗത്തിലേക്കുള്ള ആളുകൾ സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ ഒരു വിളിയാളമുണ്ടാകും. അവരോട് പറയപ്പെടും, എന്ത്? ഇനി നിങ്ങൾക്ക് ജീവിക്കാം, മരണമില്ല, അസുഖമില്ല, നിങ്ങൾക്ക് ആരോഗ്യത്തോടെ കഴിയാം, വാർദ്ധക്യമുണ്ടാകില്ല എന്നുള്ള സുവിശേഷം സ്വർഗത്തിൽ കിടന്ന ആളുകൾ കേൾക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊരു വശമാണെങ്കിൽ, ഇതാണ് മോക്ഷമെങ്കിൽ അതിന്റെ അപ്പുറത്തൊരു ഭാഗമുണ്ട്, നരകമാണ്, ഭീകരമായ നരകം. ആ നരകത്തിന്റെ ഭീകരതയും ഭയാനകതയും അല്ലാഹു തആല വിശദീകരിച്ചിട്ടുണ്ട് എമ്പാടും, വിവിധ സ്ഥലങ്ങളിൽ വിശുദ്ധ ഖുർആനിൽ. ആ ഭാഗത്ത് സൂറത്തുൽ കഹ്ഫിൽ ഒരു വചനമുണ്ട്, നരകത്തിൽ അതിശക്തമായ ചൂടിൽ കത്തിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ദാഹത്തിന്റെ പാരമ്യതയാൽ
വെള്ളത്തിന് വേണ്ടി സഹായം ചോദിക്കും. വെള്ളമെന്ന് ചോദിച്ചു കൊണ്ടിരിക്കും. ആ സമയത്ത് അവർക്കൊരു വെള്ളം കുടിക്കാൻ ലഭിക്കും. എന്താണ് ആ വെള്ളത്തിന്റെ സ്വഭാവമെന്നോ? അത് ലോഹം ഉരുകി ഒഴുകുന്ന രൂപത്തിലുള്ള ഒരു തരം ദ്രാവകമാണ്. അതിശക്തമായി ചൂടുള്ള വെള്ളമാണ്. ആ വെള്ളമാണ് അവർക്ക് കുടിക്കാൻ ലഭിക്കുന്നത്. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ വെള്ളത്തിന് വേണ്ടി സഹായം ചോദിക്കുന്ന ആ ആളുകൾക്ക് ലഭിക്കുന്ന അവസ്ഥ, ആ വെള്ളം ലഭിക്കുമ്പോൾ യശ്വിൽ വുജൂഹ്, ആ വെള്ളം അവർക്ക് കുടിക്കാൻ കഴിയില്ല. കുടിക്കാൻ ശ്രമിക്കുമ്പോൾ യശ്വിൽ വുജൂഹ, അത് മുഖങ്ങളെ കരിച്ചു കളയും. എന്നിട്ട് അല്ലാഹു തആല പറയുന്നുണ്ട്, ബിഇസ ശറാബ് വസാഅത് മുർതഫഖ, അതെത്ര മോശമായ വെള്ളമാണ്, എത്ര മോശം വെള്ളം, എത്ര മോശം വിശ്രമസ്ഥലമാണത് എന്ന്. അതിൽ നിന്ന് രക്ഷപ്പെടലാണ്, അതുപോലെ തന്നെ സ്വർഗത്തിൽ എത്തലാണ് മോക്ഷം എന്ന് പറയുന്നത്, രക്ഷ എന്ന് പറയുന്നത്. ബഹുമാന്യ വിശ്വാസികളെ, അതിനുള്ള മാർഗം എന്താണ്? സട്ടാവിന്റെ സന്ദേശം സ്വീകരിക്കൽ മാത്രമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ഇന്നതാണ് നല്ലത് തീരുമാനിക്കാൻ കഴിയില്ല നമുക്ക്. കാരണം നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും ആലോചിക്കാനും സാധിക്കുന്നത് നമ്മൾ കണ്ട കാര്യങ്ങളെ കുറിച്ചാണ്, കേട്ട കാര്യങ്ങളെ കുറിച്ചാണ്, തൊട്ടനുഭവിച്ച കാര്യങ്ങളെ കുറിച്ചാണ്, സ്മെല്ല് ചെയ്ത കാര്യങ്ങളെ കുറിച്ചാണ്, രുചിച്ച കാര്യങ്ങളെ കുറിച്ചാണ്. ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഒരു അറിവ്, ഒരു നോളജ്, അറിവ്, ഇൽമ നമുക്ക് ലഭിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തും ഇൽമുണ്ട്. ആ ഇൽമ ഇങ്ങോട്ട് നൽകാൻ അല്ലാഹു വച്ച രീതി വഹിയാണ്. എല്ലാ മനുഷ്യർക്കും വഹി നൽകുക എന്ന സിസ്റ്റമല്ല. പ്രവാചകന്മാരെ അതത് കാലത്ത് അല്ലാഹു തെരഞ്ഞെടുത്ത് ആ പ്രവാചകന്മാർക്ക് വഹി നൽകിയിട്ട് ആ പ്രവാചകന്മാർ ജനങ്ങളെ പഠിപ്പിക്കുകയാണ്. അതിൽ വന്ന പ്രവാചകന്മാരിൽ അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തേക്ക് അല്ലാഹു നൽകിയ രണ്ട് തരം വഹയ്, ഒന്ന് ഖുർആൻ ആകുന്ന വഹയ്, മറ്റൊന്ന് സുന്നത്താകുന്ന വഹയ്. അത് രണ്ടാം ഭാഗത്തെ കുറിച്ച് ശേഷം സംസാരം വരും, ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ആ നിലക്ക് സട്ടാവിന്റെ സന്ദേശം ലഭിച്ച് അത് സ്വീകരിക്കുന്ന ആളുകൾ, അവർക്കാണ് മോക്ഷമുള്ളത്. അല്ലാഹു പറയുന്നുണ്ടല്ലോ, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. എന്റെ സന്മാർഗം ആർക്ക് വന്നു കിട്ടുന്നുവോ, ആ സന്മാർഗമാർ പിൻപറ്റുന്നുവോ, ആ ആളുകൾ ഒന്നും പേടിക്കേണ്ടതില്ല, അവർക്ക് ഒന്നും ഭയപ്പെടേണ്ടതില്ല അവർ. അപ്പോ ആ ഹുദ, അല്ലാഹുവിന്റെ സന്മാർഗം, അത് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആനിലൂടെയാണ്, അതിന്റെ വിശദീകരണമാകുന്ന സുന്നത്തിലൂടെയാണ്. അത് കിട്ടി, അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് മോക്ഷമുള്ളത്, രക്ഷയുള്ളത് സട്ടാവിന്റെ സന്ദേശത്തിലൂടെ. നാം ശ്രദ്ധിക്കുക, ഈ മാർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച് അതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്കാണ് രക്ഷയുള്ളത്. അല്ലാഹ് പറയുന്നുണ്ട്, വമൻ അറാദൽ ആഖിറത വസഅ ലഹാ സഅയഹാ വഹുവ മുഅ്മിൻ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ. വമൻ അറാദൽ ആഖിറത, ആര് പരലോകം ഉദ്ദേശിക്കുകയും, പരലോകം ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ പരലോകത്തെ മോക്ഷം ഉദ്ദേശിക്കലാണ്, സ്വർഗപ്രവേശം ഉദ്ദേശിക്കലാണ്, നരകമോക്ഷം ഉദ്ദേശിക്കലാണ്. അങ്ങനെ ആര് സ്വർഗപ്രവേശം ഉദ്ദേശിക്കുന്നുവോ, ആ പരലോകം മോക്ഷം ഉദ്ദേശിക്കുന്നുവോ, ഉദ്ദേശിച്ചാൽ മാത്രം പോരാ, അതിന് വേണ്ട പരിശ്രമം ഏതാണോ അത് നടത്തുകയും ചെയ്താൽ, പ്രത്യേകം ശ്രദ്ധിക്കണം, അതിന് എന്താണോ നടത്തേണ്ട പരിശ്രമം അത് നടത്തുക. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു ലൈറ്റ് അത് പ്രകാശിക്കണമെങ്കിൽ അതിന്റെ സ്വിച്ച് ഇടണം, അതിന്റെ സ്വിച്ച് ഓൺ ചെയ്യണം. വേറെ ഏതൊക്കെയോ സ്വിച്ച് ഉണ്ട്, അത് ഓൺ ചെയ്തത് കൊണ്ട് അത് വർക്ക് ചെയ്യില്ല. നമ്മുടെ വീട്ടിലെ ഒരു റൂമിലെ ഒരു ഫാൻ അത് പ്രവർത്തിക്കണമെങ്കിൽ അതിന്റെ സ്വിച്ച് ഇടണം. വേറെ ഏതൊക്കെയോ സ്വിച്ച് ആ റൂമിലുണ്ട്, വീട്ടിലുണ്ട്. ആ സ്വിച്ച് ഇട്ടത് കൊണ്ട് ഇത് പ്രവർത്തിക്കുകയില്ല. ആ പരലോകം മുന്നിൽ കണ്ട് സ്വർഗത്തിൽ എത്തണം എന്ന ആഗ്രഹത്തോടെ, നരകമോക്ഷം ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കണം? അതിന് എന്താണോ നടത്തേണ്ട പരിശ്രമം അത് നടത്തണം. അതും വഹുവ മുഅ്മിൻ, അവൻ വിശ്വാസിയായും കൊണ്ട് നടത്തുന്നുവെങ്കിൽ ഫഉലൈക കാന സഅയുഹും മഷ്കൂറാ, അവരുടെ ആ പരിശ്രമം അത് സ്തുത്യർഹമാണ്, പ്രതിഫലാർഹമാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ
പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്, മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുണ്ട്. വസഅലഹാ സഅയഹ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉദ്ദേശം മുതാബഅത്തുർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ട് ചെയ്യുക, ജീവിക്കുക, പ്രവർത്തനങ്ങൾ ചെയ്യുക എന്നാണ്. അപ്പോൾ വിശ്വാസിയായും കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്നുകൊണ്ട് അവിടുത്തെ ഖുർആൻ, അള്ളാഹു അവതരിപ്പിച്ച ഖുർആൻ അനുസരിച്ച്, പ്രവാചകൻ ശ്വാസം നൽകിയ വിശദീകരണം അനുസരിച്ച് അങ്ങനെ ജീവിക്കുന്ന ആളുകൾ ഫഉലൈക കാന സഅയ്യുഹും മശ്കൂറ, അവരുടെ പരിശ്രമം അത് പ്രതിഫലാർഹമാണ്, സ്തുത്യർഹമാണ് എന്നാണ്. ശരി, അവിടെ വെച്ചുകൊണ്ട് നാം ചിന്തിക്കുക ബഹുമാന്യ വിശ്വാസികളെ, നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കാൻ ഈ ഒരു മാനദണ്ഡമുണ്ട്. ഖുർആനും സുന്നത്തുമാണ് അടിസ്ഥാന പ്രമാണങ്ങൾ. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖ. അല്ലാഹു പറയുന്നുണ്ട്, വമൻ യുതിഇല്ലാഹ വറസൂൽ, അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആര് പിൻപറ്റുന്നുവോ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ആര് ജീവിക്കുന്നുവോ, ഫഉലൈക അവർ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അവർ അല്ലാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയാണ് സ്വർഗ്ഗത്തിൽ. ആരൊക്കെയാണത്? മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അംബിയാക്കളുടെ, ശുഹദാക്കളുടെ, സ്വാലിഹീങ്ങളുടെ, സിദ്ദീഖുടെ കൂടെയാണ് അവർ സ്വർഗ്ഗത്തിൽ. വഹസുന ഉലൈക റഫീഖ, അവർ എത്ര നല്ല കൂട്ടുകാരാണ് സ്വർഗ്ഗത്തിൽ എന്ന് അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. അപ്പോ മോക്ഷമുണ്ടാകണം, രക്ഷയുണ്ടാകണം ജീവിതത്തിൽ. അതെന്താണ്? സ്വർഗപ്രവേശമാണ്, നരകമോക്ഷമാണ്. അതിന് മാർഗമെന്ത്? സട്ടാവിന്റെ സന്ദേശം സ്വീകരിക്കലാണ്. അതിങ്ങനെ ലഭിക്കും. ഖുർആനാണ് അതിന് വിശദീകരണമാകുന്ന ചര്യയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾ വിട്ടേച്ച് പോവുകയാണ്. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും മുറുകെ പിടിക്കുന്നിടത്തോളം കാലം ലൻ തദില്ലു, നിങ്ങൾ വഴി തെറ്റൂല, വഴി പിഴച്ചു പോവുകയില്ല. ഏതൊക്കെയാണത്? കിതാബല്ലാഹ് വസുന്നത നബിയിഹി, അല്ലാഹുവിന്റെ കിതാബാണ്, വിശുദ്ധ ഖുർആനാണ്, അതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ് എന്ന് അവിടുന്ന് പഠിപ്പിക്കുകയാണ്. ആ മാർഗം സ്വീകരിച്ചു കൊണ്ടാണ് പോകേണ്ടത്. അതാണ് മോക്ഷത്തിന്റെ വഴി എന്ന് പറയുന്നത്. ഇനി നാം ശ്രദ്ധിക്കേണ്ടത്, ഈ വിശുദ്ധ ഖുർആൻ അത് സത്യമാണെന്നും അല്ലാഹുവിന്റെ ഗ്രന്ഥമാണെന്നും ഉറച്ചു വിശ്വസിക്കുന്നവരാണ് നാം. ആ ഖുർആൻ, ഇന്ന ഹാദൽ ഖുർആന യഹ്ദീ ലില്ലതീ ഹിയ അഖ്വം, ഏറ്റവും നേരായതിലേക്ക്, ഏറ്റവും നല്ലതിലേക്കാണ് വിശുദ്ധ ഖുർആൻ നയിക്കുന്നത്, ക്ഷണിക്കുന്നത്, വഴി കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മള് ഖുർആന്റെ കാലം മുതലേ, ഖുർആൻ ഇറങ്ങിയ കാലം മുതലേ ഖുർആന് വിമർശകരുണ്ട്, ഇന്നുമുണ്ട് കുറെ വിമർശകർ. അത് കുറച്ചു കാലം മുസ്ലിങ്ങളായി ജീവിച്ചു എന്ന് പറഞ്ഞ് പിന്നെ പുറത്തു പോയ ആൾക്കാരുണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്, അല്ലേ? ഇപ്പോ കേരളത്തിലൊക്കെ ഉണ്ട് ചില എക്സ് മുസ്ലിംസ്. എന്താ എക്സ് മുസ്ലിം? നമ്മൾ പറയണ്ട എക്സ് മിലിറ്ററി, എക്സ് സർവീസ്മാൻ ഒക്കെ ഉണ്ടല്ലോ. മുമ്പ് മുസ്ലിം ആയിരുന്നു, ഇപ്പൊ മുസ്ലിം അല്ല, എക്സ് മുസ്ലിമാണ്. എക്സ് ഗൾഫൊക്കെ എന്ന് പറയുമല്ലോ. എന്ന മാതിരി മുമ്പ് മുസ്ലിം ആയിരുന്നു. ഈ മുസ്ലിം എന്നുള്ള പേര് ഇവർക്ക് വലിയ അലർജിയാണ്, സ്വീകരിക്കാൻ പറ്റൂല. മുസ്ലിം പറ്റൂല. പിന്നെ എന്തിനാ ഒരു എക്സ് മുസ്ലിം? നമ്മുടെ നാട്ടിലൊരാൾക്ക് നല്ല ഭ്രാന്തായി എന്ന് വിചാരിച്ചോളൂ, നല്ല ഭ്രാന്ത്. അങ്ങനെ ആൾക്കാരൊക്കെ കൂടിയിട്ട് ആശുപത്രി കൊണ്ടുപോയി കുറേ കാലം ചികിത്സിച്ച് ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് ഭ്രാന്തൊക്കെ മാറി. പിന്നെ ഒക്കെ നോർമലായ ശേഷം എവിടെ ഒരു ഫംഗ്ഷനിൽ വെച്ച് ഇയാളെ പരിചയപ്പെടുത്താണ്. ആരാണ്? പേരിന്നതാണ്, എക്സ് ഭ്രാന്തൻ. പറയോ? മുമ്പ് ഭ്രാന്തനെ ഇനി പറയോ? മുസ്ലിം പറ്റൂല എങ്കിൽ പിന്നെ എക്സ് മുസ്ലിം, എന്തോ ഒരു കുത്തൽ, നോവിക്കൽ ഉദ്ദേശിച്ചുകൊണ്ടാണ്. ശരി, അവരൊക്കെ ഇന്ന് നടത്തുന്ന വിമർശനങ്ങളുണ്ടല്ലോ, അതിലും വലിയ വിമർശനങ്ങൾ നടത്തിയ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ദൈവമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാര്, ദൈവം ഇല്ല എന്ന് പറയുന്ന ആൾക്കാര്, അതിൽ സംശയിപ്പിക്കുന്ന ആൾക്കാര്, അല്ലേ? അതിലും വലിയ വലിയ ആൾക്കാർ കഴിഞ്ഞു പോയി. ആരായിരുന്നു ഫിർഔൻ? ഞാനാണ് നിങ്ങളുടെ റബ്ബ് എന്ന്, അന റബ്ബുക്കുമുൽ അഅല എന്ന് പറഞ്ഞ് വേഷം കെട്ടിയാൾ കഴിഞ്ഞില്ല.
തന്റെ മന്ത്രിയായ ഹാമാനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഹാമാൻ, നിങ്ങൾ എനിക്ക് വലിയൊരു സൗധം, ഒരു വലിയ ടവർ ഉണ്ടാക്കി തരണം. എന്തിനാണെന്നറിയോ? അതിന്റെ മുകളിൽ എനിക്കൊന്ന് കയറി നോക്കണം. എന്നിട്ട് മൂസ പറയുന്ന അലൈഹിസ്സലാത്തു വസ്സലാം, ഫിറൗന്റെ ഭാഷയാണ്, മൂസ പറയുന്ന ആ അല്ലാനെ, ആ റബ്ബിനെ കാണുന്നുണ്ടോ എന്ന് ഞാനൊന്ന് എത്തി നോക്കട്ടെ എന്ന് പറഞ്ഞ് അഹങ്കാരത്തിന്റെ പ്രതിരൂപമായിരുന്ന ഫിർഔൻ അല്ലേ, ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്രയും ഇന്നത്തെ ചില ആൾക്കാർ പറയുന്നില്ലല്ലോ. ശരി, ഞാൻ പറയുന്നത് അങ്ങനെ സംശയിപ്പിക്കുന്ന ആളുകളുണ്ട്. വിശുദ്ധ ഖുർആൻ ആ വിമർശനങ്ങളെ എന്നും അതിജയിച്ചിട്ടുണ്ട്. ഇതിലും വലിയ വിമർശനങ്ങൾ കഴിഞ്ഞു പോയ കാലമുണ്ട്. പറയുന്നത് ആ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെ മാർഗമാണ് വിജയത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. ഇനി ഈ വിശുദ്ധ ഖുർആനും ചര്യയും പ്രവാചക ചര്യയും മുന്നോട്ട് വെക്കുന്ന അതിപ്രധാനമായ കാര്യം നമുക്കറിയാം, വിശ്വാസത്തിന്റെ ദൃഢീകരണമാണ്. വിശ്വാസം കെട്ടുറപ്പോടെ ഭദ്രമാക്കണം. വേണം. നമ്മൾ ആലോചിച്ച് നോക്കൂ, തൗഹീദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സ്വർഗത്തിലെത്താൻ വിശ്വാസികൾക്ക് മുന്നിൽ വെച്ചിട്ടുള്ള ഏറ്റവും, അല്ലെങ്കിൽ മനുഷ്യന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്താണ്? വിശ്വാസത്തിന്റെ ദൃഢീകരണമാണ്. വിശ്വാസം ശരിയാകാതെ, ഈമാൻ റെഡിയാകാതെ ആ ഒരു മനുഷ്യനും മോക്ഷം സിദ്ധിക്കുക സാധ്യമല്ല. അള്ളാഹുവിൽ പങ്കുചേർത്ത് അള്ളാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ നോക്കണേ. ഈ സമയത്തും നമ്മൾ ശ്വസിക്കുന്നുണ്ട്, നമ്മുടെ ഹൃദയം മിടിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എന്തെല്ലാം അത്ഭുതകരമായ പ്രവർത്തനം ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കും നമ്മുടെ ശരീരത്തിൽ. നമുക്കൊരു ചെലവുമില്ലാതെ ഫുള്ളി ഫ്രീ ആയി അല്ലാഹു നടത്തി തരികയാണ്. റബ്ബ് ചോദിച്ചത് അവനെ മാത്രം ആരാധിക്കണമെന്നതാണ്. അവനെ ആരാധിക്കാതിരുന്നാൽ, അല്ലെങ്കിൽ അവനുള്ള ആരാധന പങ്കുചേർത്താൽ, അതാണ് ഏറ്റവും വലിയ നന്ദികേട്. അതാണ് ഈ ലോകത്തൊരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാതകം, ഏറ്റവും വലിയ തെറ്റ് അതാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹ് അവനിൽ പങ്കുചേർക്കപ്പെടുന്നത് പൊറുക്കില്ല, അതല്ലാത്തത് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുത്തേക്കാം. മാത്രമല്ല, ഒരു മനുഷ്യൻ ശിർക്കോടെ മരിച്ചു പോയാൽ അല്ലാഹു തആല മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. അല്ലാഹുവിൽ ഒരാൾ പങ്കുചേർത്താൽ അവൻ അല്ലാഹ് സ്വർഗം നിഷിദ്ധമാക്കും. ഏത് സ്വർഗം? നേരത്തെ പറഞ്ഞില്ലേ, മോക്ഷത്തിന്റെ ആ ലക്ഷ്യസ്ഥാനം, ആ സ്വർഗം. ഒരിക്കലും പിന്നെ പ്രയാസങ്ങളില്ലാത്ത, ആഗ്രഹിച്ച എല്ലാം ലഭിക്കുന്ന, ചോദിച്ച എല്ലാം ലഭിക്കുന്ന സ്വർഗമില്ലേ? ആ സ്വർഗം അല്ലാഹു ശിർക്ക് ചെയ്ത മനുഷ്യനെ നിഷിദ്ധമാക്കും. വമഅവാഹുന്നാർ. പിന്നെ ആ മനുഷ്യന്റെ സങ്കേതമോ അത് നരകമാണ്. ഇത്ര ഗൗരവമാണ്. മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്നുണ്ട്, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയേ, പ്രവാചകരെ, താങ്കൾക്ക് വഹി നൽകപ്പെട്ടിട്ടുണ്ട്. താങ്കൾക്ക് മാത്രമല്ല, താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ അഖില പ്രവാചകന്മാർക്കും വഹി നൽകപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, അങ്ങയുടെ പ്രവർത്തനങ്ങൾ നിഷ്ഫലമായി പോകും നബിയെ. വലതകൂനന്ന മിനൽ ഖാസിരീൻ, നിങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും നബിയെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൽ ശിർക്ക് ചെയ്തിട്ടല്ല. പിന്നെയോ ഇത്ര ഗൗരവമുണ്ട് ഈ ശിർക്കിന്. നോക്കൂ നമ്മൾ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്യുന്നു, നമസ്കരിക്കുന്നുണ്ട്, ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കൂല. ശിർക്ക് ചെയ്യുന്നു, ഹജ്ജും ചെയ്യുന്നു, ആ ഹജ്ജ് അല്ലാഹു എടുക്കൂല. ശിർക്ക് ചെയ്യുന്നു, നോമ്പ് നോൽക്കുന്നു, ആ നോമ്പല്ല എടുക്കൂല. ഒരു അമലും അല്ലാഹു ശിർക്കോടെ എടുക്കില്ല. എല്ലാ അമലുകളെയും ബാത്തിലാക്കി കളയുന്ന കുറ്റമാണ് ശിർക്ക് എന്ന് പറയുന്നത്.
ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് ചെയ്തിട്ടല്ല അവിടത്തോട് അള്ളാഹു പറഞ്ഞത്, മറിച്ച് ശിർക്കിന് ഇത്ര ഗൗരവമുണ്ടെന്ന് ഈ ഉമ്മത്തിനെ പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ സലഫി മൂവ്മെന്റ്സ്, അത് കേരളത്തിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഈ സമൂഹത്തോട് പറയുന്നത് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം. അടിസ്ഥാനപരമായി ഇതാണ് പറയുന്നത്. അള്ളാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും വരുമ്പോ അള്ളാഹുവോട് മാത്രമായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എവിടെ എത്തിയെന്നറിയോ? അള്ളാഹുവോടല്ലാതെ സങ്കടങ്ങൾ പറഞ്ഞ് അതിന് മാലകളും മൗലികളും ഓതിപ്പാടി, അതേപോലെ തന്നെ അങ്ങനെ തുടങ്ങി പലതും. ഖബർ സിയാറത്തിന്റെ പേരിൽ ഖബറിന്റെ അരികെ ചെന്നിട്ട് ഖബറാളിയോട് ഇസ്തിഗാസ നടത്തി, അങ്ങനെ പോയി ഇപ്പൊ എവിടെ എത്തി? കേരളത്തിൽ ഇപ്പൊ ഈ അടുത്ത് ചില പാട്ടുകൾ ഇറങ്ങി. ഇവിടെ കർണാടകയിൽ എത്തിയിട്ടുണ്ടോ എന്നറിയില്ല, എത്താനിടയുണ്ട്. പിശാച് അവിടെ മാത്രമല്ലല്ലോ ഉണ്ടാവുക. ആരാ നിങ്ങളെ പടച്ചോന്ന് ചോദിച്ചാൽ CM മടവൂരല്ലേ? ആരാ CM മടവൂര്? ഒരു മാനസിക രോഗിയായിരുന്നു. അയാളെ വ്യക്തിപരമായിട്ടും ആക്ഷേപിക്കുന്നില്ല. പക്ഷേ ആ മനുഷ്യനെ ഔലിയപ്പാപ്പ എന്ന് പറഞ്ഞ ചില ആൾക്കാർ കെട്ടിപ്പിടിച്ചു, ഔലിയപ്പാപ്പയായിട്ട് കൊണ്ടുവന്നു. സത്യത്തിൽ നമ്മൾ ആലോചിക്കുക, യഥാർത്ഥ വലിയ ആരാണ്? വലിയുണ്ടോ? വലിയുണ്ട്. ആരാ വലിയ? അല്ലദീന ആമനു വകാനു യത്തഖൂൻ അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനു വകാനു യത്തഖൂൻ. ആരാ അല്ലാഹുവിന്റെ ഔലിയാക്കളെ? അവർക്കൊന്നും പേടിക്കാനില്ല, ഒന്നും വിഷമിക്കാനില്ല, എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ച് ജീവിക്കുന്നവരവര്. അതുകൊണ്ട് ഈ ദുനിയാവിലും പേടിക്കണ്ട, പരലോകത്തും പേടിക്കണ്ട. എന്നിട്ടോ അല്ലദീന ആമനു വകാനു യത്തഖൂൻ, നല്ല ഈമാനോടെ ജീവിക്കുന്നവരാണവർ, തഖ്വയോടെ ജീവിക്കുന്നവരാണവർ. ഈമാനും തഖ്വയുള്ള ആള് നിസ്കരിക്കൂലേ? നോമ്പോൽക്കൂലേ? ആലോചിച്ച് നോക്ക് പ്രിയമുള്ളവരെ. എന്നാൽ വ്യക്തിപരമായി ആക്ഷേപിക്കല്ല. CM മടവൂർ എന്ന് പറയുന്ന ആ മനുഷ്യൻ, അദ്ദേഹമാണത്ര പടച്ചോൻ, അദ്ദേഹമാണത്ര ലോകം നിയന്ത്രിക്കുന്നത്. റമദാനിൽ നോമ്പ് നോൽക്കാത്ത മനുഷ്യൻ, സ്വന്തം ഉമ്മ വന്ന് സലാം പറഞ്ഞിട്ട് മടക്കാത്ത മനുഷ്യൻ, ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ ക്യാഷ് കൊടുക്കാത്ത മനുഷ്യൻ. ഇതെന്ത് വലിയ? ഇങ്ങനെ വലിയ ഉണ്ടാവും? ഇത് വലിയാവോ? ഇങ്ങനെ നാട്ടുകാരെല്ലാവരും കൂടി വലിയായ നല്ല രസം ഉണ്ടാവും. ഹോട്ടലൊക്കെ പൂട്ടി പോകേണ്ടി വരും. കാരണം ഹോട്ടലിൽ കയറുക, ഭക്ഷണം കഴിക്കുക, ഇറങ്ങിപ്പോരുക. ആലോചിച്ച് നോക്കൂ, ഇങ്ങനെ ഒരു വലിയോ? അയാൾ ഒരു പക്ഷെ മാനസികമായി സുഖമില്ലാത്ത ആളാണെങ്കിൽ അയാൾ ആ വഴിക്ക് വിട്ടാൽ മതിയായിരുന്നു. ഇത് ഔലിയപ്പാപ്പ എന്ന് പറയുന്ന ആര് പറഞ്ഞു? അള്ളാന്റെ വലിയ നിസ്കാരം ഒഴിവാക്കൂല, നോമ്പ് ഒഴിവാക്കൂല, ഫർളൊന്നും ഒഴിവാക്കൂല, ഹറാമ് ചെയ്യൂല, വല്ലതും വന്നു പോയ ഉടനെ തൗബ ചെയ്ത് മടങ്ങും. അങ്ങനെയുള്ളവരാ അള്ളാന്റെ ഔലിയാക്കള് അല്ലേ? എന്നിട്ട് ഈ മനുഷ്യനാണിപ്പോ നിങ്ങളെ പടച്ചോൻ ആരാന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞോളൂ, ആര്? CM ആണ്. കഴിഞ്ഞില്ല. അദ്ദേഹമാണത്രേ മുദബ്ബിറുൽ ആലം. മുദബ്ബിറുൽ ആലം, ലോകം നിയന്ത്രിക്കുന്നത്. അപ്പൊ എന്താ ഈ ലോകം? സ്വന്തം ശരീരത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയാതെ, സ്വന്തം ജീവനും ജീവിതവും പോലും നിയന്ത്രിക്കാൻ കഴിയാതെ മരിച്ചുപോയ മനുഷ്യനാണ് CM മടവൂര്. എന്നിട്ട് ആ മനുഷ്യൻ ലോകം നിയന്ത്രിക്കുക. അയാൾക്ക് മുമ്പ് ആരാ അവിടെ ലോകം നിയന്ത്രിച്ചതപ്പോ? അയാൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലേ? അയാൾ ജനിക്കുന്നതിന് മുമ്പ് ആരവിടെ ലോകം നിയന്ത്രിച്ചത്? ചോദ്യങ്ങൾ അനുമതിയില്ലേ? ഉണ്ട്. അപ്പോൾ ആ നിലക്ക് വരെ പറഞ്ഞു, തീർന്നില്ല. 313 ബദരീങ്ങൾക്ക് പകരം അയാൾ മതിയത്രേ. 313 ബദരീങ്ങൾ. ആരാണവര്? അവർ നേതാവാരാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉൾപ്പെടെയുള്ള ബദരീങ്ങൾക്ക് പകരം ആര് മതി? CM മടവൂര് മതി. ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി. ഇപ്പൊ പറഞ്ഞ് പുതിയ ചില പാട്ടുകൾ വന്നെന്താണെന്നറിയോ? മാലിക്കുൽ മുലൂക്ക് അദ്ദേഹമാണ്. സുബ്ഹാന ജല്ല ജലാലു. മാലിക്കുൽ മുലൂക്ക് അദ്ദേഹമാണ്. അതുപോലെ അർശിന്റെ നാഥൻ അദ്ദേഹമാണത്രേ.
ഇനി എന്താ പറയാൻ ബാക്കി? അർശിന്റെ അധിപൻ CM ആണെന്ന്. ഇനി എന്താണ് പറയാൻ ബാക്കി? ഇനി എന്ത് പറഞ്ഞാലും ശിർക്ക് വരെ കൂട്ടരെ. ഇത് ശിർക്കല്ലെങ്കിൽ ആ രൂപത്തിൽ എല്ലാ സീമകളും ലംഘിച്ചു പോയി. ഈ പാട്ട് പാടുന്ന കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനു മുമ്പേ ചില മാലപ്പാട്ടുകൾ ഇവിടെ നിലവിലുണ്ട്. ആ മാലകളിലും മൗലിദുകളും ആ ജാതി ആശയമുള്ള വരികളുണ്ട്. അത് വെച്ചിട്ടാണ് വഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ, റിഫായി ശൈഖിന്റെ പേരിൽ, അതുപോലെ ചില ശൈഖന്മാരുടെ പേരിൽ ഉണ്ടാക്കിയ മാലപ്പാട്ടുകളുടെ അതിന്റെ ചില ആശയങ്ങൾ എടുത്തുകൊണ്ടാണ് CM-ലേക്ക് ചേർത്തി പറഞ്ഞത്. ചില ആളുകൾ ഇപ്പോ അത് CM-നെ പറ്റി ആ പറയുന്നത് തെറ്റാണെന്ന് പറയാൻ ആ വിഭാഗത്തിലെ ചില ആൾക്കാർ തന്നെ തയ്യാറാകുന്നുണ്ട്. സന്തോഷകരമാണ്. പക്ഷേ അതേ ശബ്ദത്തിൽ നമ്മുടെ പേരോട് മുസ്ലിയാരും, അതുപോലെ പൊന്മള മുസ്ലിയാരും, പിന്നെ അലവി സഖാഫിയും അതുപോലുള്ള കുറെ ആളുകൾ ഇപ്പൊ ഇതിനെ എതിർക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നല്ല കാര്യമാണ്. അതിൽ മാത്രം നിന്ന് ഒതുങ്ങരുത്, വരണം ബാക്കിയുള്ളതിലേക്ക്. ഇതേപോലെ ആ മാലകൾ, ആ മൗലിദുകൾ, അവയുള്ള കള്ളക്കഥകളുണ്ട്. ഇതുപോലെ തന്നെ എന്ന് പറയുന്ന വരിയുണ്ട്. അല്ലാഹുവിന്റെ ഇൽമ എത്ര എനിക്കറിയാം, അതിന്റെ അക്ഷരങ്ങൾ പോലും ഞാൻ എണ്ണിക്കണക്കാക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ആ ജാതി വരികൾ ഈ പറയുന്ന മൗലിദിന്റെ കിതാബിലുണ്ട്. അതിനെ കൂടെ എതിർക്കണമെന്ന് പേരോട് മുസ്ലിയാരെ പോലെയുള്ള, അലവി സഖാഫിയെ പോലെയുള്ള പൊന്മളയെ പോലുള്ള ആളുകളോട് വളരെ അവരെ അർഹിക്കുന്ന രൂപത്തിലുള്ള സ്നേഹത്തോടെ പറയാണ്. പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത് ആ രൂപത്തിൽ പറഞ്ഞ് പാട്ടുപാടി ഇങ്ങനെല്ലാം പ്രചരിപ്പിക്കുകയാണ്. ഒരു കാര്യം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മുസ്ലിമും ചിന്തിക്കണം. ജീവിതത്തിൽ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോ അല്ലാഹുവോടാ പറയേണ്ടത്. സന്തോഷം ഉണ്ടാകുമ്പോഴും അല്ലാഹുവോടാ പറയേണ്ടത്. നമ്മുടെ പ്രാർത്ഥന ആ റബ്ബിനോട് മാത്രമായിരിക്കണം. അതിലൊരു കോംപ്രമൈസും ഉണ്ടാകരുത്. നമ്മളൊക്കെ അതിൽ സലഫികളോ അല്ലാത്തവരോ വ്യത്യാസമില്ല. നമ്മൾ നിസ്കരിക്കുമ്പോ, ഇനി അല്ലാത്തപ്പോ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോ നമ്മൾ പറയുന്നുണ്ട്, റബ്ബിനോട് പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ്, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. നാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചെയ്യുന്ന പ്രതിജ്ഞയാണ് അല്ലേ? ആ നിസ്കാരം കഴിഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങിയാൽ എന്തെങ്കിലും അപകടം കണ്ടാൽ അവിടെ പറയാണ് ബദരീങ്ങളെ എന്ന്, അല്ലെ മൊഹീദ്ദീൻ ശൈഖ് എന്ന്, അല്ലെ ഉള്ളാത്ത തങ്ങളെ എന്ന്, അല്ലേ? എന്നാൽ ഈ പ്രയാസത്തിലും വലിയ പ്രയാസം ആ ബദർ ശുഹദാക്കൾക്കുണ്ടായപ്പോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് അടങ്ങുന്ന ബദർ ശുഹദാക്കൾക്കുണ്ടായപ്പോ അവർ തേടിയത്, ഇസ്തിഗാസ ചെയ്തത് അല്ലാഹുവോടായിരുന്നു. ഖുർആൻ പറഞ്ഞു, ഇദ് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. നിങ്ങൾ റബ്ബിനോട് ഇസ്തിഗാസ ചെയ്ത സന്ദർഭം, ഫസ്തജാബ ലക്കും, അപ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നി മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ, 1000-ഓളം വരുന്ന മലക്കുകളെ തുടരെ അയച്ചുകൊണ്ട് നാം നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ബദരീങ്ങൾ സഹായം ചോദിച്ചത് ഇബ്രാഹിം നബിയോടല്ല, ഇസ്മായിൽ നബിയോടല്ല, ആദം നബിയോടല്ല, അല്ലാഹുവോടാണ്. മുജാഹിദുകൾ, സലഫികൾ ഈ സമൂഹത്തോട് പറയുന്നതും അല്ലാഹുവോടായിരിക്കണമെന്നാണ്. സട്ടാവിന സന്ദേശത്തിലെ അടിസ്ഥാന വിഷയം ഇതാണ്. രക്ഷപ്പെടാൻ, മോക്ഷം സിദ്ധിക്കാൻ വേണ്ട മാർഗം എന്നത് വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കുക. ഒരൊറ്റ കാര്യം കൂടെ സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം. ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോഴാണല്ലോ ചില ആളുകൾ മഖബറയിൽ ചെല്ലുന്നത്, ഖബറാളിയോട് ഇസ്തിഗാസ ചെയ്യുന്നത്, അല്ലേ? ഖബർ സിയാറത്തിന് നമ്മൾ എതിരല്ല, പക്ഷേ ആ ഖബറാളിയുള്ള ഇസ്തിഗാസ അതിന് നാം എതിർക്കുന്നു. ആദർശപരമായി ഖുർആന്റെ അടിസ്ഥാനത്തിൽ, സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലേ? പ്രിയമുള്ളവരെ, മഹാനായ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് വലിയ രോഗമുണ്ടായി, വലിയ പ്രയാസമുണ്ടായി. ആ രോഗമുണ്ടായ സന്ദർഭത്തിൽ അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏതെല്ലാം മഖ്ബറയിൽ പോകും? അയ്യൂബ് അലൈഹി സ്വലാത്തു വസ്സലാം രോഗമുണ്ടായി, അതിശക്തമായ രോഗം. ഭാര്യ ഒഴിച്ച് ബാക്കി എല്ലാവരും വിട്ടുനിന്നു. തന്റെ മക്കൾ മരിച്ചുപോയി, കൺമുന്നിൽ ഉള്ള സമ്പത്തില്ലാതായി. വല്ലാത്ത പ്രതിസന്ധി, വല്ലാത്ത പരീക്ഷണം. ആ ഘട്ടത്തിൽ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഏതെല്ലാം മഖ്ബറയിൽ പോകും?
ഇവിടെയാണെങ്കിൽ ഈ പ്രദേശത്താണെങ്കിൽ മംഗലാപുരത്ത് ഉള്ളാളിൽ പോകും, അതുപോലെ അങ്ങനെ അങ്ങനെ പലയിടത്ത് എവിടൊക്കെ പോലെ. അയ്യൂബ് അലൈഹിസ്സലാത്തു വസ്സലാം ഒരൊറ്റ മഖ്ബറയിലും പോയില്ല. മരിച്ചുപോയ ഒരു മഹാത്മാവിനോട് ചോദിച്ചില്ല. അല്ലാഹു തആലയോട് പറഞ്ഞത് വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയൽ ളുർ വഅൻത അർഹമുർ റഹീമീൻ. അല്ലാഹ്, എനിക്കിതാ പ്രയാസം, എനിക്കിതാ ബുദ്ധിമുട്ട്, രോഗം വന്നിരിക്കുകയാണ്, നീ അർഹമുർ റഹീമീനാണല്ലോ, എന്റെ രോഗം ശിഫയാക്കണേ എന്നർത്ഥം. പ്രാർത്ഥിച്ചു. അല്ലാഹ് പറയാണ് ഫസ്തജബ്നാ ലഹു ഫകശഫ്നാ മാ ബിഹി മിൻ ദുർറിൻ. അദ്ദേഹത്തിന് നാം ഉത്തരം നൽകി, അദ്ദേഹത്തിന്റെ പ്രയാസം നാം ഇല്ലാതാക്കി. വഅതൈനാഹു അഹ്ലഹു വമിത്ലഹും മഅഹും. അദ്ദേഹത്തിന്റെ കുടുംബത്തെ തിരിച്ചു നൽകി, അത്ര വേറെയും നൽകി. റഹ്മതൻ മിൻ ഇൻദിനാ വദിക്റാ ലിൽ ആബിദീൻ. നമ്മുടെ ഭാഗത്തുള്ള കാരുണ്യമായിട്ടും ആബിദീങ്ങൾക്ക് ഒരു ഉത്ബോധനമായിട്ടും. ആ ഉത്ബോധനം എന്താണ്? ജീവിതത്തിൽ പ്രയാസമുണ്ടായോ, ബുദ്ധിമുട്ടുണ്ടായോ, പറഞ്ഞോളൂ ആ റബ്ബിനോട്, തേടിക്കോളൂ ആ റബ്ബിനോട്, ഇസ്തിഗാഥ ചെയ്തോളൂ, പ്രാർത്ഥിച്ചോളൂ ആ റബ്ബിനോട്. അല്ലാഹുവോടല്ലാതെ നടത്തിയില്ല ആ മഹാൻ. മുമ്പ് കഴിഞ്ഞു പോയൊരു നബിയോട് ചോദിച്ചില്ല, നോഹ നബിയോട്, ആദം നബിയോട്, ഒന്നാമത്തെ ബീവിയായ ഹവ്വാ ബീവിയോട് ചോദിച്ചില്ല. അതുകൊണ്ട് നമ്മുടെ മോക്ഷമെന്ന് പറയുന്നത് നരകത്തിൽ രക്ഷപ്പെട്ട് സ്വർഗത്തിൽ എത്തലാണ്. അതിൻ്റെ അടിസ്ഥാനം ശിർക്കില്ലാതിരിക്കലാണ്. തൗഹീദ് ജീവിതത്തിൽ മനസ്സിൽ രൂഢമൂലമാക്കലാണ്. അതിനനുസരിച്ചുള്ള ജീവിതം ചിട്ടപ്പെടുത്തലാണ്. അത് ഖുർആന്റെ വഴിയിലൂടെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യയിലൂടെയാണ് അത് ഉൾക്കൊള്ളേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് ഹഖ് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിത അവസാനം വരെ അതിൽ കഴിയാനുമുള്ള തൗഫീഖ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.